പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിൽ ഇഷ്ടതാരം കമന്റ് ചെയ്യണമെന്ന പോസ്റ്റുകളും റീലുകളുമാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ വൈറലാകുന്നത്. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭാഷാ വ്യത്യാസം ഒന്നുമില്ലാതെ പ്രചരിക്കുന്നത്. എടാ, ഞാൻ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരമായ വിജയ് ദേവരെ കൊണ്ട് കമന്റ് ചെയ്യണമെന്നായിരുന്നു ഇവരുടെ റീലിൽ പറഞ്ഞിരുന്നത്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല, ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. ഈ വീഡിയോയ്ക്ക് ടോവിനോ തോമസ് കമന്റ് ചെയ്താൽ ഞാൻ എന്റെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുമെന്ന ക്യാപ്ഷനോടെയായിരുന്നു താഹ ഹസൂൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോ എത്തിയത്. വായി നോക്കിക്കൊണ്ട് നിൽക്കാതെ വല്ലതും പോയി പഠിക്കാൻ നോക്കടാ. അതാണ് കാര്യം. ഞാൻ വെറുതെ നീ നന്നാവും പോന്ന് വെച്ച് ടെൻഷൻ അടിച്ചു. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ കൊട്ടക്കണക്കിന് റാങ്കും മാർക്കും വാങ്ങിയിരുന്ന കുട്ടിയായത്. അതിന്റെ പഠിപ്പും ഭാവിയൊക്കെ തകർത്ത് നിങ്ങളാണെന്ന് എല്ലാവരും പറയും. ഞാൻ പറയുമെന്താ തല്ലണോ? തല്ലരുത്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന്. I've been getting a lot of requests on Insta saying if Siddharth comments on this post, then I'll go and study, or I'll go and write my exam, or I'll take care of my future. കേട്ട് ഞാൻ മടുത്തു. First things first, if you want to study or write your exam, switch off your social media and go and study and write your exam. അത് ന്യായം. അത് ഓക്കെയാണ് സാർ. This is a ridiculous trend. I will not be commenting on your post. Padingappa, please, Padingappa. കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.